ഇപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിങ്ങൾക്കറിയാം ടൈം ടേബിളൊക്കെ വന്നു. സോ എല്ലാവരും ഓടിച്ച് പോർഷൻ തീർക്കാനുള്ള തിരക്കിലാണ്. പേടിക്കേണ്ട, നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തന്നെ പോവുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഈ യൂണിവേഴ്സിലുള്ള ഏതൊരു ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. സപ്പോസ് M1 M2 മാസ് ഉള്ള രണ്ട് ഒബ്ജക്റ്റ്, ദർ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ദാറ്റ് മീൻസ് R. സോ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്കിതിനെ ക്ലബ് ചെയ്ത് എഴുതുമ്പോഴത്തേനും എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നമുക്ക് വീണ്ടും അറിയാം, നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സപ്പോസ് നോക്കാം, എഫ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള കോൺസ്റ്റൻറ്റ് G ആണ്. സോ G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അപ്പോൾ ഈ ജിക്ക് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഈ G ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എടുക്കാം. ഇനി G അങ്ങോട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുണ്ട്. ഇതിനൊരു വാല്യൂ ഉണ്ട്. സോ G ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് R സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 M2. നോക്കാം, നമുക്ക് ഇതിനൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6.67 ഇൻറ്റു 10⁻11. ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, ന്യൂട്ടൺ ആണ്. ഇത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഇവിടെ സ്ക്വയർ ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇവിടെ M1 ഉണ്ട്, M2 ഉണ്ട്. സോ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം. സോ ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് പെർ കിലോഗ്രാം സ്ക്വയർ. സോ ദിസ് ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, സപ്പോസ് ഇതിപ്പോൾ എർത്തിലുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അട്രാക്ഷനാണ് ഞാൻ പറഞ്ഞത്. സപ്പോസ് നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് എപ്പോഴും ഒരു ജിയോയിഡ് ഷേപ്പാണ്, ഒരു പൂർണ്ണ സർക്കിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരു എലിപ്സ് മോഡലാണ്, ജിയോയിഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഒരു സാധാരണ ഒരു സർക്കിളിൻ്റെ ആണെങ്കിൽ ഒരു സെൻറ്ററിൽ നിന്ന് എങ്ങോട്ട് വരച്ചാൽ അത് ഡിസ്റ്റൻസ് ആണ്, അത് റേഡിയസ് ആണെന്ന് നമുക്കറിയാം. സോ ഇത് നമുക്ക് എപ്പോഴും എന്തായാലും പോൾസ് ആണല്ലേ, എർത്തിൻ്റെ പോൾസ് ആണ്. അപ്പോൾ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് R, ദാറ്റ് മീൻസ് അത് സെൻറ്റർ ഓഫ് ദ എർത്താണ്, റേഡിയസ് ഓഫ് ദ എർത്താണ്. ഇവിടെയും നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്നറിയാം. വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസിനെ അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വെയിറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എടുക്കാം. കാരണം എർത്തിൻ്റെത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലോ. നമുക്കിനി ഇപ്പോൾ ഞാൻ എർത്തിലുള്ള രണ്ട് ഒബ്ജക്റ്റിൻ്റെ കേസാണ് പറഞ്ഞത്. സപ്പോസ് M മാസുള്ള എർത്തിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. റേഡിയസ് അതായത് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ R ആണ്. സോ ഇവിടെ നമുക്ക് എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, അതിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് എങ്ങനെ വരും? എഫ് ഈസ് ഈക്വൽ ടു G ക്യാപിറ്റൽ M എർത്തിൻ്റെ മാസ്, ഇനി ഒബ്ജക്റ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണല്ലോ ഇവിടെ തൊട്ട് സർഫസ് വരെയുള്ളത് റേഡിയസ് തന്നെയാണ്. സോ R സ്ക്വയർ വന്നു. സോ ഹിയർ എഫ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു G. അതായത് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. എർത്തിൻ്റെ ഗ്രാവിറ്റിയും കൂടി കൂടിയുള്ളതാണ് M ഇൻറ്റു G. സോ ഹിയർ ഓൾസോ ആ ഒബ്ജക്റ്റ് മേലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് Gmm ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. നോക്കാം, ഇത് രണ്ട് ഫോഴ്സാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ഹിയർ mg ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വന്നു? Gmm ബൈ എർത്തിൻ്റെ മാസ് ഡിവൈഡ് ബൈ R സ്ക്വയർ. നമുക്ക് നോക്കാം. സോ എമ്മും ഇവിടെ ക്യാൻസലായി. സോ ഇവിടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ എർത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു M ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ദ ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. വാട്ട് എവർ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് മേ ബി, ഗ്രാവിറ്റി വിൽ ബി ഓൾവേസ് സെയിം. ഓക്കെ, എത്ര ഭാരമുള്ള വസ്തുക്കളാണെങ്കിലും ഭൂമി അതിന്മേൽ കൊടുക്കുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് പലപ്പോഴും എൻട്രൻസ് ക്വസ്റ്റ്യനും പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഈ ഗ്രാവിറ്റി എവിടെയാണ് ഏറ്റവും കൂടുതലെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ കാണാണ്ട് പഠിച്ചാൽ ചിലപ്പോൾ ഓഫ് കോഴ്സ് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രാവിറ്റി നമുക്ക് നോക്കാം.
നമുക്കറിയാം, ഞാൻ പറഞ്ഞു എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോഡ് ഷേപ്പാണ്, കംപ്ലീറ്റ് സർക്കിൾ അല്ല. സോ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് നോക്കുമ്പം ഇവിടേക്കുള്ള റേഡിയസ് എപ്പോഴും കൂടുതലാണ്, അല്ലെ? ഇത് പോളാണ്, ഇക്വേറ്ററാണ്, ഇത് ഇക്വേറ്ററാണ്. ഈ ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നോർമലി നമ്മളിപ്പം ഇക്വേറ്ററിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ G=G m/r². ഇവിടുത്തെ റേഡിയസ് കൂടുതലായതുകൊണ്ട് നോക്കൂ, ഡിനോമിനേറ്റർ കൂടുതലാകുമ്പം നമുക്കിവിടെ ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഇത് കുറയും, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. ഡിനോമിനേറ്റർ കൂടുതലായി കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ജി എന്ന് പറയുന്നത് കുറയും. സോ അപ്പോൾ ഗ്രാവിറ്റി ഏറ്റവും കുറവ് എവിടെയാണ്? ഗ്രാവിറ്റി കുറവ് ഇക്വേറ്ററിലും, ഗ്രാവിറ്റി മാക്സിമം വരുന്നത് കാരണം പോളിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഇവിടെ കുറവ് വരുമ്പം ജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോൾ ആൻഡ് ഇറ്റ് ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ എന്ന് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ പഠിക്കണം. അല്ലാണ്ട് നമ്മൾ കാണാണ്ട് പഠിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്കത് തെറ്റാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗ്രാവിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദ ഒബ്ജക്റ്റ്, റേഡിയസ് ഓഫ് ദ എർത്ത്. പിന്നെ മനസ്സിലാക്കേണ്ടത്, വാട്ട് എവർ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് മേ ബി, ഗ്രാവിറ്റി ഈസ് ഓൾവേസ് സെയിം. ഒബ്ജക്റ്റിന് എന്ത് തന്നെ ആയിക്കോട്ടെ മാസ്, ഗ്രാവിറ്റി എപ്പോഴും എർത്ത് ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന, അല്ലെ അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇതാണ്. അപ്പം ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും.